ബന്ധപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ഈ ഭവനത്തോടൊരുമിച്ച് ദൈവവചനം ചിന്തിക്കാൻ, ദൈവമക്കൾക്ക് ഒരുമിച്ച് കൂടുവാനൊക്കെയും ദൈവത്തെ സ്തുതിക്കാം. എന്ന ദിവസങ്ങളൊക്കെ ദൈവം നമുക്ക് ഒരുക്കുന്നതായിരിക്കുന്ന ഏതൊരു പ്രതികൂലങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ ധൈര്യമെന്ന് പറയുന്നത്. ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ധൈര്യം. അതുകൊണ്ട് തന്നെ ഏതൊരു പ്രതികൂലങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോഴും നമുക്ക് ആശ്വാസം പകരുവാൻ, നമ്മെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നമുക്ക് പറഞ്ഞു തരുവാൻ നമ്മുടെ കൂടത്തിൽ ഒരാത്മാവുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. ലോകത്തെ സംബന്ധിച്ചിടത്തോളം അവരൊരു പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റിയും അവരതുകൊണ്ട് തന്നെ അവർ മാനുഷിക സഹായം ഒത്തിരിയായി തേടുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ ദൈവമക്കളായിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്. നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരകനായ ശക്തനായ ദൈവത്തെ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ കൊലോസ്യലേഖനത്തിലൊക്കെ വായിക്കുന്നുണ്ടല്ലോ, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ധനം എന്ന് പറയുന്നത്. ആ നിലയിൽ ഈ കുടുംബത്തെ കഴിഞ്ഞ നാളിൽ ദൈവം സഹായിച്ചു. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. ഇവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. കർത്താവ് ഈ ഭാഗം എടുത്ത് വായിച്ചിട്ട് കർത്താവ് ആ പുസ്തകം മടക്കി അവിടെ ഇരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ആ ഭാഗം വായിച്ചപ്പോൾ കർത്താവിനെ അതിനായിട്ട് വിളിച്ചിരിക്കുന്നു എന്ന കാര്യം കർത്താവ് ആ ജനത്തോട്, അവിടെ കൂടി വന്നവരോട് കർത്താവ് വ്യക്തമാക്കി. അവിടെ നമ്മൾ ശ്രദ്ധിച്ച വാക്യതാണ്: ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. നമുക്കറിയാം ഈ ഭാഗം നമുക്കറിയാം. അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ വളർന്ന നസ്രയത്തിൽ വന്നു. ആ നസ്രയത്തിലേക്ക് വരുന്നതിന് മുൻപ് 4-ാം അധ്യായം 1 മുതലുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പൊ ഈ ഒരു നസ്രയത്തിലേക്ക് താൻ വളർന്ന നസ്രയത്തിലേക്ക് താൻ വരുന്നതിന് മുമ്പായിട്ട്, നസ്രയത്തിൽ വന്നു ശബത്തിൽ തന്നെ താൻ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിച്ച ഭാഗമാണ് നമ്മൾ ഈ വായിച്ച് കേട്ടത്. അപ്പോ അവിടേക്ക് വരുന്നതിന് മുൻപ് 4-ാം അധ്യായം അതിന്റെ 1 മുതൽ നമ്മൾ താഴോട്ട് വായിച്ചാൽ അവിടെ കർത്താവിനെ മരുഭൂമിയിലേക്ക് ആത്മാവ് നടത്തിക്കൊണ്ടു പോകുക. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ: ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. അപ്പൊ എന്തിനാണ് നടത്തിയത് എന്നുള്ളതാണ് നമ്മളവിടെ കാണുന്നത്. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാനുള്ള വാസ്തവത്തിൽ അഭിഷേകമാണ് അവിടെ ലഭിച്ചത്. നമുക്കറിയാം, ഇവിടെ കർത്താവ് പരീക്ഷകനോട് പറയുന്ന ഒരു മറുപടി നമ്മളവിടെ വായിക്കുന്നുണ്ട്: മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്നുള്ള വചനത്താലും എന്ത് ചെയ്യും. അവിടെ എങ്ങനെയല്ലേ വായിക്കുന്നത്? അങ്ങനെയല്ലേ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. മറ്റൊരിടത്ത് ഇങ്ങനെയാ പറയുന്നത്: അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിലെ വചനത്താൽ ജീവിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 40 നാളോളം കർത്താവ് ഉപവാസം മരുഭൂമിയിലേക്ക് നയിച്ചു എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയിലേക്ക് നയിച്ചു എന്ന് അതിന്റെ അർത്ഥം. അപ്പൊ ഇല്ലായ്മയിലേക്ക് പലപ്പോഴും ദൈവം നയിക്കുന്നതിന്റെ പിന്നിൽ ഒരു വലിയ ലക്ഷ്യം, നമുക്ക് വിവിധ പ്രശ്നങ്ങള് പ്രതികൂലങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ളത് നാം എപ്പോഴും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ ആത്മാവാണ് നയിക്കുന്നത്, നമ്മൾ സ്വന്തം പോയി എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ്? ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. അപ്പം ആ മരുഭൂമിയിലേക്ക് നയിക്കുമ്പോ മരുഭൂമിയിൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. അവിടെ എന്ത് കിട്ടാൻ സാധ്യതയില്ല, ആഹാരം കിട്ടാനുള്ള സാധ്യതയില്ല. മറിച്ച് അവിടെ വാസം കാട്ടുമൃഗങ്ങളോടുകൂടെ ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആത്മാവ് കർത്താവിനെ എവിടേക്ക് നയിച്ചു? മരുഭൂമിയിലേക്ക് നയിച്ചു. എന്നിട്ട് ഏകദേശം 40 നാളോളം അവൻ ആ മരുഭൂമിയെ എന്താക്കി മാറ്റുകയാ ചെയ്തേ? ദൈവത്തോടു കൂടിയുള്ള ഉപവാസമാക്കി മാറ്റുക ചെയ്ത്, ദൈവത്തോടുകൂടെ താൻ ഉപവസിക്കുക ചെയ്ത്. മറിച്ച് നമുക്കറിയാം, അവിടെ ആളുകളില്ല, അവിടെ ആരും ഇന്നുവരെ തന്നോടുകൂടെ നിന്നവരാരും അവിടെ ഇല്ല. പലപ്പോഴും നമുക്ക് കഷ്ടവും പ്രതികൂലവും ഒക്കെ വരുമ്പോ
നമ്മുടെ കൂടെ നിന്നവരെല്ലാം എന്ത് ചെയ്യും? നമ്മുടെ പൈസ തീരുമ്പോ, നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോ, പ്രതികൂലങ്ങൾ വരുമ്പോ നമുക്ക് കൂടെ ഉണ്ടെന്ന് അഭിമാനിക്കുന്ന ആളുകളെല്ലാം നമ്മളെ വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അതുകൊണ്ടാണല്ലോ കർത്താവ് പലപ്പോഴും പറയുന്നത്, നമ്മള് ആളുകളില്ലാത്ത സ്ഥലങ്ങളിൽ, നിർജ്ജന പ്രദേശങ്ങളിലേക്ക് കർത്താവ് തന്റെ ജനത്തെ എപ്പോഴും കൂട്ടിക്കൊണ്ടു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ പിന്നില് അവർക്കൊരു സോഴ്സ്, അതായത് കണ്ടെത്താൻ പറ്റാത്തടത്തെ അവരാരെ അന്വേഷിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ, അപ്പമൊക്കെ അന്വേഷിച്ചാൽ കിട്ടാത്തടത്താണ് നമ്മൾ ആരെ അന്വേഷിക്കുക? ദൈവത്തെ അന്വേഷിക്കുക. വാസ്തവത്തിൽ ദൈവം നമുക്ക് അത് തെളിയിച്ചു തരാൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല എന്നൊന്ന് തെളിയിച്ചു തരണമെങ്കിൽ വാസ്തവത്തിൽ നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകണം? ഇങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകണേ. അല്ലെങ്കിൽ നമ്മുടെ ചിന്ത എന്താ? പാട്ടുകാരൻ പാടുന്നത് പോലെ ധനം, ബലം, ശക്തി, പണം, അതുപോലെ മാനം, ഇവയിലൊക്കെയാണ് നമ്മൾ എന്തോ പണിയുന്നേ. മണലിന് സമാനമായ കാര്യങ്ങൾ കൊണ്ട് വീട് പണിത് വെക്കും. എന്നിട്ടോ നമ്മളവിടെ ആ പാട്ടുകാരൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നേ, മാരിയേറി ജലം കരേറിയിട്ട് ഈ വീടെ ഒന്ന് അടിക്കും, ഈ വീടിന്റെ വീഴ്ച വലിയതായി തീരും. അപ്പം നമ്മള് ശക്തി എന്ന് കരുതുന്നത് എന്തൊക്കെയാ? ധനം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, എല്ലാവരുടെയും മുമ്പിൽ പിടിച്ചു നിൽക്കാം. അടുത്തത്, എനിക്ക് അത്യാവശ്യം എന്താണ്, ബലമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ആരും എന്ത് ചെയ്യില്ല, തോൽപ്പിക്കത്തില്ല. ഇനി നമ്മള് വിദ്യ, ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ബലമായിട്ട് കരുതുന്നത് എന്താ? പഠിച്ച എല്ലാം ആയി മോനെ, പഠിച്ച് നിനക്ക് എവിടെ പോകാം? ആസ്ട്രേലിയ പോകാം, UK പോകാം, അയർലൻഡിൽ പോകാം, അതുണ്ടെങ്കിൽ എല്ലാം ആയി. ഇന്ന് അങ്ങനെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തില് അന്ന് പാട്ടുകാരൻ എഴുതിയ വിദ്യ ഇവയെല്ലാം അതൊക്കെ മണലിന് സമാനമാ. അതേലും നീ വീട് വെച്ചാൽ ഒരു ദിവസം കെണി പോലെ എന്ത് പൊങ്ങി വരും? മാരി പൊങ്ങി വരും. മാരി പൊങ്ങി വരുമ്പോ നിന്റെ വീടിന്മേൽ അടിക്കും. അത് ഉറപ്പുള്ള പാറയായ ക്രിസ്തുവിന്റെ മേൽ പണിയാത്തത് കൊണ്ട് അത് വീഴും. അതിന്റെ വീഴ്ച വലിയതായിരിക്കും. സ്തോത്രം. നമുക്ക് ദൈവം എന്തിനാ ഇത്രമാത്രം എന്താ പറയാ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നത്? എന്തിനാ? നമ്മൾ ആരിലാകാനാ? ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചേ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല എന്ന് കർത്താവ് പഠിപ്പിക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയേ. ആത്മാവ് അവനെ എവിടേക്ക് കൊണ്ടുപോകുന്നു? മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ എന്ത് കിട്ടുന്നില്ല? ഒന്നും തന്നെ കിട്ടുന്നില്ല. ഞാൻ ചോദിക്കുക, 40 നാള് അപ്പം ഇല്ലാത്തവനായി തീർന്നപ്പോഴാണ് ദൈവത്തിന്റെ വചനം കൊണ്ട് ജീവിക്കുമെന്ന് ആരറിഞ്ഞത്? കർത്താവായ യേശുക്രിസ്തു അറിയുക, വാസ്തവത്തിൽ ഒരു മനുഷ്യപുത്രൻ എന്ന പോലെ താൻ അറിയുക. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന്റെ വചനത്താൽ ജീവിക്കുമോ? അപ്പം കൊണ്ട് മാത്രമാണോ? അതോ നമ്മളൊക്കെ വിചാരിക്കുന്നു ഒരു നേരം പട്ടിണി കിടന്നാൽ തന്നെ എന്ത് ചെയ്യുന്ന? അയ്യോ മരിച്ചു പോകും. ഇനി മാക്സിമം പോയി എത്ര വരെ പോകായിരിക്കും? 2-3 നേരമൊക്കെ പോകാം. അങ്ങനെയല്ലേ നമ്മൾ ചിന്തിച്ചു വെച്ചേക്കുന്നത്? ഒന്നും പറ്റാൻ പോകുന്നില്ല. സത്യത്തിൽ ഈ 40 നാളും കർത്താവ് നമ്മളെ പഠിപ്പിച്ച സത്യം എന്താ? അതുകൊണ്ടാണ് കൊലോസ്യലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, തലയായവനിൽ നിന്നാണ് വാസ്തവത്തിൽ ചൈതന്യം പ്രാപിച്ച് നമുക്ക് ജീവൻ തന്ന ദൈവത്തിന് ഈ അപ്പം വേണമെന്നൊന്നുമില്ല നമ്മളെ പുലർത്താൻ. അതിനെ കർത്താവ് അവിടെ പറഞ്ഞ അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ചൈതന്യം പ്രാപിക്കാൻ കർത്താവിന്റെ വചനത്തിന് സാധിക്കും. അതിന്റെ തെളിവെന്താ? ഏകദേശം 3 നാളോളം ആ ജനം കർത്താവിന്റെ വചനം കേട്ടിരുന്നപ്പോൾ കർത്താവ് എന്താ പറയുന്നേ? 3 നാളായി ഈ ജനം എന്നോട് കൂടെ ഇരിക്കുക. എന്തോ കേട്ടോണ്ട്? വചനം കേട്ടോണ്ടിരിക്കുക. അവരോട് എനിക്കാ മനസ്സിലേക്ക് തോന്നുന്നേ. അവരിതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അവരാരെങ്കിലും പറഞ്ഞോ ഞങ്ങൾ ആരും കഴിച്ചിട്ടില്ല കർത്താവേ, ഞങ്ങൾക്ക് വിശക്കുന്നേ? ഇല്ല. എന്താ കാരണം? ദൈവത്തിന്റെ വചനം അവരുടെ ഹൃദയത്തിലേക്ക് ഒഴുകി വന്നപ്പോ അവർക്ക് ചൈതന്യം കിട്ടിക്കൊണ്ടിരുന്നു. അതുകൊണ്ടല്ലേ ദാനിയേൽ പറഞ്ഞേ, രാജാവിന്റെ പോഷകം കൊണ്ട് ഞങ്ങളെ തന്നെ മലിനമാക്കില്ല, പിന്നെ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ പ്രകാരം ഞങ്ങൾ ജീവിക്കും. എന്നിട്ട് എന്താ സംഭവിച്ചേ? ആർക്കായിരുന്നു തൂക്കം കൂടുതല്? ഞാൻ ചോദിക്കട്ടെ, വെറും ശാഖപദാർത്ഥം കഴിച്ചതായിരിക്കുന്ന ദാനിയേലിനായിരുന്നു വാസ്തവത്തിൽ ആരോഗ്യവും തൂക്കവും ഒക്കെ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇതൊക്കെയല്ലേ വലുതായി കണ്ട് ഇന്ന് ലോകം മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മൾ? ഞാൻ ചോദിക്കട്ടെ, ഒരു മാരി കയറി വന്ന ഇപ്പോഴൊക്കെ അയർലൻഡ് UK ഇന്നലെ ഷൈനിമോള് വിളിച്ചപ്പോൾ പറയാ, എപ്പോഴാ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരിക എന്നറിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ക്രിസ്തുവിലാണെങ്കിലോ എവിടെ പൊളിഞ്ഞാലും പ്രശ്നമില്ല. പക്ഷെ നമ്മൾക്കൊരു പ്രശ്നമുണ്ട്.
ക്രിസ്തുവിലാണെന്ന് നമ്മൾ ഈ ലോകത്ത് ഈ പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യണം? ഉറപ്പിക്കാൻ കഴിയണം. ഞാൻ ആരിലാണ് നിൽക്കുന്നത്? ക്രിസ്തുവിലാണ് നിൽക്കുന്നത്. ഞാൻ ഇവിടെ 40 ദിവസം കർത്താവിനോടുകൂടി ഇരുന്നു. വാസം ആരോടുകൂടി ആയിരുന്നു? നമ്മുടെ ഒന്നും കൂടെ അല്ലായിരുന്നു, കാട്ടുമൃഗങ്ങളുടെ കൂടെയാണ്. അപ്പൊ കിടന്നുറങ്ങാൻ നമുക്കൊക്കെ ഈ തലേണ ഇല്ലെങ്കിൽ കിടക്കാൻ പറ്റാത്ത കുറെ പ്രശ്നങ്ങളുള്ളവരുണ്ടല്ലോ. തലേണ വെച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കമേ വരത്തില്ല, തലേണ വെച്ചിട്ടില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. ഇനി വീടിനകത്ത് കയറി വാതിലടച്ച് കിടന്നില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല. ഞാൻ ചോദിക്കുക, കർത്താവ് എവിടെ കിടന്നേ? വാസ്തവത്തിൽ ഈ മരുഭൂമിയിലേക്ക് എന്തിനാണ് നയിക്കുന്നത്? കിടക്കാനൊക്കെ പഠിപ്പിക്കാനാ നയിക്കുന്നത്. ഇല്ലായ്മ, ദരിദ്രരോട് സുവിശേഷം പറയാൻ ചെല്ലുമ്പോൾ നമ്മളുടെ ടിക്ടോപ്പായിട്ട് ചെന്നാൽ ദരിദ്രനത് കേൾക്കുവോ? ഇല്ല. കാരണം ഇവന് പട്ടിണി എന്താന്ന് പോലും അറിയാത്തവനാ. പിന്നെ എന്നെ എന്തോ ചെയ്യാൻ പറ്റുന്നേ? ഉപദേശിക്കാനായിട്ട്. ഞാൻ പറയാ, കർത്താവ് കഴിഞ്ഞ 40 ദിവസം കർത്താവ് പിതാവായ ദൈവത്തോടു കൂടെ കഴിഞ്ഞു. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ പരീക്ഷകൻ അടുത്ത് വന്നു. എന്നിട്ട് നമ്മളോട് വായിക്കുന്നു, വിശന്നു അല്ലേ? വിശന്ന് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തേ? നമുക്കറിയാം, ആ ദിവസങ്ങൾ അവനൊന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പൊ കർത്താവിന്റെ സാന്നിധ്യം വിട്ടപ്പം ശരീരം എന്തിനായിട്ട് കൊതിക്കാൻ തുടങ്ങി? ആഹാരത്തിനായിട്ട്. അപ്പൊ സാന്നിധ്യം എന്താ പ്രത്യേകത? എനിക്ക് തോന്നുന്നു മോശ എത്രയോ വട്ടം മോശ അത് പറയുന്നുണ്ട്. ഞാൻ 40 രാവും 40 പകലും വെള്ളം കുടിച്ചില്ല, അപ്പം തിന്നില്ല, ഞാൻ ആരോടുകൂടെ ആയിരുന്നു? ദൈവത്തോടു കൂടെ ആയിരുന്നു എന്ന് മോശ നല്ല തന്റേടത്തോടുകൂടി ആരെ ഓർപ്പിക്കുന്നു. മാത്രമല്ല, ഇറങ്ങി വന്നപ്പോൾ എക്സ്ട്രാ തേജസ്. എന്റെ ദൈവം, അവൻ ആരോടുകൂടി അവസിച്ച്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്ന എന്തുകൊണ്ടേ ജീവിക്കുള്ളെന്നാ. അതിനല്ലേ ഈ വെപ്രാളപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്നല്ലേ? എന്തോ നേടാൻ? അപ്പത്തിനൊന്നും അല്ല ഓടുന്നേ, സ്റ്റാറ്റസിനാ ഓടുന്നത്. ഞാൻ പറയുന്നേ, ഈ ഓട്ടം വാസ്തവത്തിൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ പാറ കറക്റ്റ് അല്ലെങ്കിൽ മാരി ഏറി വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ വീണ് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ ഇറങ്ങി വന്ന ഉടനെ പരീക്ഷകൻ എന്താ പറഞ്ഞത്? വിശപ്പ് വന്ന പരീക്ഷകൻ സ്വാഭാവികമായിട്ട് നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഓപ്ഷൻ ഇതാണ്: കല്ലങ്ങ് അപ്പമാക്കി തിന്നോ. അപ്പൊ ദൈവപുത്രനാണ്. ദൈവപുത്രൻ എന്തോ തന്റെ അധികാരം ഉപയോഗിച്ച് എന്തോ ആക്കിക്കോ, കല്ല് അപ്പമാക്കി തിന്നു. അപ്പോഴാണ് കർത്താവ് ഏതും മറുപടി പറയുന്നത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിലെ വചനത്താലും എന്ത് ചെയ്യും? ജീവിക്കും എന്ന വസ്തുത പറയും. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 40 ദിവസം ദൈവം നടത്തിയില്ലായിരുന്നെങ്കിൽ, അതിലൂടെ നടത്തിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ സ്ട്രോങ് ആയിട്ട് പറയും? എനിക്ക് സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ദൈവം ജീവിപ്പിക്കും എന്നത് ഞാൻ അറിയണ്ടേ? ഞാൻ ചോദിക്കട്ടെ, കഷ്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകാതെ, ആരുമില്ലാത്ത അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകാതെ, പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകാതെ ദൈവം പുലർത്തുമെന്ന് എങ്ങനെ അറിയും? നമ്മൾ ഈ എല്ലാം മനുഷ്യരിൽ ആശ്രയിച്ചൊക്കെ മുമ്പോട്ട് പോകുന്നത് കൊണ്ട് മരുഭൂമി വെച്ചൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആൾക്കാരെ കിട്ടാനില്ല. ഇപ്പൊ കടം മേടിക്കാനാണെങ്കിൽ ആരെ കിട്ടാനില്ല? പറഞ്ഞേ, ആൾക്കാരെ കിട്ടാനില്ല. ഈ ജനപ്പാർക്കുള്ളടത്തൊക്കെ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ഓടിച്ചെന്നിട്ട് എനിക്ക് വെള്ളം പോലും ഇല്ല, അപ്പൊ കുറച്ച് കുടിക്കാൻ താപ്പാന്ന് പറയാം നമുക്കില്ലേ? ആരോട്? മനുഷ്യരോട് പറയാം. ഞാൻ ചോദിക്കട്ടെ, അതും ഇല്ലെങ്കിലോ? അതും ഇല്ലെങ്കിലല്ലേ ശരിക്കും നമ്മൾ വഴി മുട്ടിയാലല്ലേ നമ്മൾ ആരെ അന്വേഷിക്കുകയുള്ളൂ? ദൈവത്തെ അന്വേഷിക്കുക. വാസ്തവത്തിൽ നമ്മളെ എന്തിനാ ദൈവം വഴി മുട്ടിപ്പിക്കുന്നേ? നമ്മൾ ആരെ അന്വേഷിച്ചിരിക്കണം? അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ ലോകക്കാർക്കാണോ പ്രശ്നം ഉണ്ടാവുക ഇങ്ങനെയുള്ള വഴികളിലൂടെ പോകുമ്പോൾ? ദൈവമക്കൾക്കാണോ ആദ്യം പ്രശ്നം ഉണ്ടാവുക? പറഞ്ഞ്, ദൈവമക്കൾക്കാണ്. എന്താ കാരണം? പോകുന്നതിന് മുമ്പ് ചില റെഡിയാക്കലൊക്കെ ആർക്കാ ആവശ്യം? ദൈവമക്കൾക്കാണ് ആവശ്യം. ദൈവമാണ് അവന്റെ ജീവൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയും മനുഷ്യനിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ഇവനെ പൊക്കണ്ടേ? അത് ഞാനായാലും ലോകത്തിൽ ആരായാലും വേണ്ടേ? വ്യക്തത വരുത്തണ്ടേ? നമ്മുടെ അകത്ത് ആ വെളിച്ചമുണ്ടോ ഇല്ലയോ എന്ന് ദൈവത്തിന് വ്യക്തത വരുത്തണ്ടേ? ബിക്കോസ് അവനായിട്ട് നമ്മെ കൊണ്ടുപോകാനുള്ളതാ. നോക്കിയേ, അവിടെ പരീക്ഷകൻ വന്നു ചോദിച്ചു. വളരെ ബലത്തോടുകൂടെ കർത്താവ് മറുപടി പറയാ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ തന്നെ എതിരേറ്റു വരുന്ന ഒരു ദൈവത്തെ, ഒരു പിതാവിനെ പുത്രൻ കൊതിക്കുക എന്ന് വെച്ചാൽ 40 നാള് അപ്പവും വെള്ളവും ഇല്ലാതെ താൻ ജീവിച്ചെങ്കിൽ 40 നാള് കഴിഞ്ഞു കഴിയുമ്പോ എന്റെ ആവശ്യത്തിന് വേണ്ടി എന്റെ അടുക്കലേക്ക് ആര് വരും?
വരും അപ്പവും വെള്ളവുമായിട്ട്. ദൈവം എതിരേറ്റു വരും. നമുക്കറിയാം, യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്നതായിരിക്കുന്ന അബ്രഹാമിനെ എതിരേറ്റു വരികയാണ് മൽക്കിസദേക്ക്. എന്തുമായിട്ട് വന്നു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്? അപ്പവും വീഞ്ഞുമായിട്ട് തന്റെ അടുക്കലേക്ക് വരിക. അങ്ങനെയാണെങ്കിൽ എതിരേറ്റു വരുന്ന, എന്റെ ക്ഷീണം മനസ്സിലാക്കി, എന്റെ വിശപ്പ് മനസ്സിലാക്കി എന്റെ അടുക്കലേക്ക് വരുന്നൊരു ദൈവമില്ലേ? ഈ ദൈവത്തെ കാണണമെങ്കിൽ ഞാൻ ക്ഷീണം അറിയണ്ടേ? എന്നെ ക്ഷീണം അറിയിപ്പിച്ചിട്ട് ഞാൻ ആരാണ് അറിഞ്ഞിരിക്കുന്നു, അവൻ എൻ്റെ ഉപനിധിയാണെന്ന് എന്നെ ഒന്ന് ശരിക്കും മനസ്സിലാക്കി തരണമെങ്കിൽ വാസ്തവത്തിൽ ഞാൻ കഷ്ടത്തിലൂടെ പോകണമോ? പോകണം. പക്ഷെ നമ്മൾ ഇന്ന് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നറിയോ? കഷ്ടത ഇല്ലാതാക്കാനുള്ള പദ്ധതികൾ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം പരമാവധി നമ്മൾ എന്ത് ചെയ്യും? ചെയ്തു വെക്കും. എന്നിട്ട് അവനോട് തന്നെ പറഞ്ഞു എന്നാ പറഞ്ഞ്, ഇനി ഏറിയ നാള് നിനക്ക് തിന്നാന് കുടിക്കാന് ഉള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ പ്രാണനെ ചോദിച്ചപ്പോൾ എന്തോ സംഭവിച്ചു? മൂടാന്നൊക്കെ വിളിച്ചാ അവിടെ പ്രാണനെ ചോദിക്കുന്നു. ഞാൻ വിചാരിക്കുക, നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളോട് തന്നെ നമ്മൾ എന്താ പറയുന്നേ? ഓ ഞാൻ നിനക്ക് വേണ്ടിയുള്ളതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പനാണെങ്കിൽ മോനോട് പറയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞ് അതിൽ ധൈര്യം കൊള്ളുന്നവരായിട്ട് മാറിയില്ലേ നമ്മൾ വിശ്വാസ സമൂഹമായ ബ്രദറൻ വിശ്വാസമൊക്കെ? നമ്മൾ ഉപദേശത്തിൽ വളരെ പരിജ്ഞാനമുള്ളവരും കഴിവുള്ളവരും സാമർഥ്യമുള്ളവരും ഒക്കെ ആണെങ്കിലും നമ്മൾ ഏതിലാ ശരിക്കും ബലം കണ്ടെത്തുന്നതെന്നും? നമുക്കുള്ളതിലല്ലേ. ഇനി താഴോട്ട് നോക്കിയേ, കർത്താവിനെ അടുത്ത പടി, കർത്താവിനെ പിശാച് എങ്ങോട്ടാ കൊണ്ടുപോകുന്നെന്ന് നോക്കിയേ. അത് കഴിഞ്ഞതിന് ശേഷം കർത്താവ് പിന്നെ പിശാചവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണത്തിൽ കാണിച്ചു. ഞാൻ ചോദിക്കട്ടെ, ലോകത്തിലെ സകല രാജ്യവും കാണാൻ ആഗ്രഹമുള്ളവനല്ലേ ഇത് കാണിച്ച പ്രയോജനമുള്ളൂ? കഴിഞ്ഞ 40 ദിവസവും ദൈവത്തോടുകൂടെ കഴിഞ്ഞപ്പോൾ ലൗകികമായതിനെക്കാട്ടിലും ഉന്നതമായത് ദൈവത്തിൽ കണ്ട ഒരു ഭക്തന് പിന്നെ ഇത് കാണിച്ചാൽ വല്ലതും തോന്നുമോ? നമുക്കിത് കാണിച്ചാൽ ഇപ്പോഴും തോന്നുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? നമ്മൾ ഇപ്പോഴും ഏത് നോക്കിയാ പാർക്കുന്നത്? ലോകത്തെ നോക്കി. നമുക്ക് ഇന്നും എവിടെ ഒരു പഴുത് കിട്ടിയാൽ നമ്മൾ അതിനകത്തൂടെ എവിടെ കയറും? അപ്പുറത്ത് കയറിപ്പോ. ഇതറിയാവുന്നത് കൊണ്ടാ പിശാച് നമ്മളെ ഇന്നും പരീക്ഷിച്ച് എങ്ങോട്ട് വലിച്ചോണ്ട് പോകുന്നത്? അങ്ങനെയുള്ള വഴികളിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോകുന്നു. വാസ്തവത്തിൽ അത് എത്ര, ഞാൻ ഓർക്കുക, ലോത്ത് പോയപ്പം പശുക്കൾക്ക് തിന്നാനാന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട. ലോത്തല്ലാതെ ആത്മീക വിഷയത്തില് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല താൻ പറയുന്നത്. എന്താ? തന്റെ മൃഗജാലങ്ങൾക്ക് തിന്നാൻ കുറച്ച് പച്ചപ്പുള്ള ഏരിയ എവിടെയാ? സോദോം ഗോമോറ എന്ന പട്ടണങ്ങളോ? അപ്പൊ അവിടത്തെ കുറിച്ച് പറയുന്നത് അത് നീരൊഴുക്കുള്ള ദൈവത്തിന്റെ തോട്ടം പോലെ ഇരുന്നു എന്നാ വായിച്ചത്. അപ്പൊ അത് കണ്ടപ്പോ നല്ല സംഗതി ഭംഗിയാ. ആ ഭംഗി കണ്ടിട്ടാണ് വാസ്തവത്തിൽ ലോത്ത് പോയത്. എന്നിട്ട് അവസാനം എന്തായിരുന്നു ലോത്തിന്റെ? നമ്മളൊന്ന് മനസ്സിലാക്കണം. അവസാനം എന്താ? മുഴുവൻ പ്രയാസത്തിനായി ലോത്ത് ഉണ്ടാക്കിയതെല്ലാം അവന്റെ കണ്ണിൻ മുൻപിൽ വെച്ച് എന്ത് ചെയ്തു? നഷ്ടമായി. ലോത്ത് തീയിലൂടെ എന്ന പോലെ ലോത്ത് എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ജീവിക്കേണ്ടത് ആർക്കായിട്ടാണ്? അപ്പൊ വാസ്തവത്തിൽ എന്നെ ദരിദ്രരോട് സുവിശേഷം അറിയിക്കത്തക്ക നിലയിൽ ഒരുക്കണമെങ്കിൽ ഞാൻ ഏത് പഠിക്കണം? ദൈവത്താൽ ജീവിക്കുന്നത് പഠിക്കണം. അപ്പോഴേ എനിക്ക് ആരോട് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ? ദൈവം ജീവിപ്പിക്കുമെന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ ലൗകികമായ എല്ലാ ക്രമീകരണങ്ങളിലൂടെയും യാത്ര ചെയ്തിട്ട് ലോകത്തോട് പറയുക ദൈവം ജീവിപ്പിക്കുമെന്ന് പറഞ്ഞാൽ കേട്ട് നിൽക്കാൻ അവൻ പൊട്ടനാണ്. ലൗകികമായ എല്ലാ കാര്യങ്ങളിലും ആശ്രയം തേടിയിട്ട് അവനും പഠിക്കുന്നു, അവനും പോകുന്നു, ഞാനും പഠിക്കുന്നു, ഞാനും പോകുന്നു. പിന്നെ എവിടെ ആശ്രയം? എടാ, ലോകത്തിലെ എല്ലാത്തിന്റെ മേലും ഞാൻ ആശ്രയം വെച്ചിട്ട് ഇവനോട് എന്താ, ഈ ദരിദ്രനോട് എന്താ പറയുന്നേ? പണമൊന്നും വേണമെന്നില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുഖമായിട്ടും ജീവിക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. ആരാ ഇത് ഉപദേശിക്കുന്നേ? ഏക്കർ കണക്കിന് കയ്യിൽ വെച്ചിട്ടാണ്. ഇന്നെങ്ങാണ്ടൊരു നോട്ടീസ് ഞാൻ വായിച്ചു. ആ നോട്ടീസിനകത്ത് ഇതാ എഴുതിയിരിക്കുന്നത്, സൂപ്പർ നാച്ചുറൽ പവർ ആരിലൂടെ വരാൻ പോവാ? ക്രിസ്ത്യനിലൂടെ വരാൻ പോവാ. അപ്പൊ അതിന് കൺവെൻഷനാണ്, 3 ദിവസത്തേക്കുള്ള കൺവെൻഷൻ. ഫീസ് 1500 ഒരാൾക്ക്. ഈ സൂപ്പർ നാച്ചുറൽ പവർ അനുഭവിക്കാൻ ഫീസ് എത്ര കൊടുക്കണം? 1500. എന്റെ ദൈവമേ,
നമ്മൾ ആരെയാ? ഈ ദരിദ്രൻ ഈ 1500 എവിടെ നടക്കും? 5 പൈസ ഇല്ല ജീവിക്കാൻ. യവൻ ഈ 1500 കൊടുത്തിട്ട് വേണം ഈ സൂപ്പർ നാച്ചുറൽ എന്ത് ചെയ്യാൻ? കാണാൻ. നമുക്ക് എന്തൊരു അതപ്പതിച്ച ക്രിസ്തീയ ലോകമായി മാറിയില്ലേ? അങ്ങനെ എഴുതിയിരിക്കുന്നത് സൂപ്പർ നാച്ചുറൽ. അപ്പൊ അവിടെ പ്രവാചകന്മാരാ വരുന്നേ. അവരിനി ശക്തി എന്ത് ചെയ്യാൻ പോവാ? രോഗസൗഖ്യം, ധനം, ചോദിക്കുന്നവർക്കൊക്കെ എന്തോ കൊടുക്കും? പൈസ കൊടുക്കും. ഞാൻ ചോദിക്കട്ടെ, ഇതാണോ ശരിക്കും നമ്മൾ പഠിക്കേണ്ടത്? ആത്മാവ് നമ്മളെ അനുഭവങ്ങളിലേക്ക്, പ്രശ്നങ്ങളിലേക്ക് നയിക്കുമ്പോ, കഷ്ടത ഒരു വരമായിട്ട് ജീവിതത്തിൽ കർത്താവിനെ അറിയുവാനായിട്ട് തരുമ്പോ, ഞാൻ അതിലൂടെ കടന്നുപോയിട്ട് ഞാൻ ആരെ അറിയണം? ദൈവത്തെ അറിയണം. എന്തിന്? ഞാൻ ആ പാറമേൽ വേണം ഇനി എന്ത് ചെയ്യാൻ? ഞാൻ ഓർക്കുക, ഇല്ലായ്മയിലേക്ക് നമ്മളെ നയിച്ചു കഴിയുമ്പോ ഇല്ലായ്മയിൽ നാം പലതും മനസ്സിലാക്കുക. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതൊന്നും ഇല്ലേലും എനിക്ക് എന്ത് ചെയ്യാം. ഞാൻ ചോദിക്കട്ടെ, ശരിക്കും വയറ് നിറയ്ക്കാൻ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ അത് പറയുന്നത് കേട്ടോ. നമ്മുടെ ടേസ്റ്റിനൊത്തത് കഴിക്കണമെന്നുണ്ടോ വയറ് നിറയ്ക്കാൻ? വയറ് നിറയ്ക്കാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. വയറ് നിറയ്ക്കുക എന്നത് വിശപ്പാ വേണ്ടത്. വിശപ്പുണ്ടെങ്കിൽ എടാ ഉപ്പൊഴിക്കാതെ ചോറ് കഴിക്കാം. എനിക്ക് എന്റെ മുൻപിൽ എന്താണോ വെച്ചിരിക്കുന്നത് അത് മതി എനിക്ക് വയറ് നിറയ്ക്കാൻ. പക്ഷെ നമുക്കെന്തോ വേണം വയറ് നിറയ്ക്കാൻ? KFC വേണം അല്ലേ? KFC ഇല്ലാതെ വയറ് നിറയത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ടേസ്റ്റിനൊക്കെ പുറകെ ഓടുന്നത് കൊണ്ടല്ലേ, എന്റെ ജഡത്തിലെ ടേസ്റ്റുകൾക്ക് പുറകെ ഓടുന്നത് കൊണ്ടല്ലേ ഇതെല്ലാം സംഭവിക്കുന്നേ? നമ്മുടെ കർത്താവ് 40 നാൾ മരുഭൂമിയിലൂടെ നയിക്കപ്പെട്ട് നമ്മളെ ഒരു വലിയ കാര്യം ഓർമ്മിപ്പിക്കുക. അതാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അവൻ ആത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. അതിനുശേഷം ആത്മാവ് അവൻ എവിടേക്ക് നയിച്ചു? മരുഭൂമിയിലേക്ക് നയിച്ചു. അതിനുശേഷം നമ്മൾ ആ അധ്യായം പൂർണ്ണമാകുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ ആത്മാവിന്റെ ശക്തിയോടെ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. നോക്കിയ 14-ാമത്തെ വാക്യം, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിപ്പോയി. ഞാൻ ചോദിക്കട്ടെ, ആ പ്രതികൂലം വാസ്തവത്തിൽ കർത്താവിന് ശക്തിയാണ് പറഞ്ഞത്. ആരുടെ ശക്തി? ദൈവത്തിന്റെ ശക്തി. ആ ശക്തിയാണ് ദരിദ്രരോട് സുവിശേഷം പറയാനായിട്ട് എന്ത് ചെയ്തത്? അഭിഷേകം. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി. വാസ്തവത്തിൽ നമുക്ക് ദരിദ്രരോട് സുവിശേഷം അറിയിക്കണമെങ്കിൽ, ഇല്ലാത്തവരെ ഉള്ളവരാക്കുവാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഉള്ളവരാക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ സമ്പന്നരായി. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ സമ്പന്നരാക്കാനായിട്ടുള്ള ക്രിസ്തുവിനെ അവർക്ക് കൊടുക്കണമെങ്കിൽ, അവരുടെയും പ്രശ്നം ഇപ്പൊ നമ്മൾ ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ പോകുമ്പം പണം കൊടുക്കുകയാണെങ്കിൽ അവരുടെയും പ്രശ്നം എന്താ? എടാ ഇത് തന്നെയാണോ ഇപ്പോഴും ഞങ്ങൾ ഉപദേശിക്കാൻ വരുന്നത്? ഏത് പണമാണോ? അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ആ ദാരിദ്ര്യത്തിൽ. ഇപ്പൊ കർത്താവ് മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. 40 നാളും ആരുടെ ചൈതന്യത്താൽ ജീവിച്ചു? ആരുടെ ശക്തിയാൽ ജീവിച്ചു? ദൈവത്തിന്റെ ശക്തിയാൽ ജീവിച്ചു. ആ ശക്തിയാണ് ആർക്ക് ആവശ്യം? കാരണം ഞാന് ആകപ്പാട് കൊടുക്കുന്ന 500 രൂപയായിരിക്കും. അതിന്റെ പേരിൽ കടപ്പാടും വരും. കടപ്പാടും വരും, ഞാൻ പ്രശ്നത്തിൽ പോവാം. അതിലേറെ നല്ലത് എനിക്ക് എന്താ ഉപദേശിക്കാൻ പറ്റുന്നത്? ഞാൻ ഏത് സ്ഥിതിയിലൂടെ പോയി, ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ ഞാൻ പോയപ്പോൾ ഞാൻ കണ്ട ക്രിസ്തുവിനെ അവർക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞാൽ വാസ്തവത്തിലും അവരും വിശ്വാസത്തിൽ ആരായി മാറും? സമ്പന്നരായിട്ട് മാറും. നമുക്കിവിടെ തന്നെ കർത്താവ് പറയുന്ന ഒരു വാക്ക് അവിടെ ശ്രദ്ധനീയമാണ്. അവിടെ 2 പ്രവാചകന്മാരെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. ഇവര് കർത്താവിന്റെ വാക്ക് കേട്ടിട്ട് അവരെന്ത് ചെയ്തു? നമ്മളവിടെ വായിക്കുന്നുണ്ട്, അവർ വിസ്മയിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അവര് കർത്താവിന്റെ വാക്ക് കേട്ടിട്ട് എന്ത് ചെയ്തു? വിസ്മയിച്ചു. അതിനുശേഷം കർത്താവ് പറയുന്നുണ്ട്, നോക്കിയേ 23-ാമത്തെ വാക്യമൊക്കെ ആയിരുന്നു. അവര് പറയാണ് 22, എല്ലാവരും അവനെ പുകഴ്ത്തി അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ഇവൻ യോസെഫിന്റെ മകനല്ലയോ എന്ന് പറഞ്ഞു. അവനവനോട് വൈദ്യ നീ നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്നുള്ള പഴഞ്ചൊല്ലും കഫർനൂമിൽ ഉണ്ടായി കേട്ടതെല്ലാം ഈ നിന്റെ പിതൃഭവനത്തിലും ചെയ്യുക എന്ന് നിങ്ങൾ എന്നോട് പറയും. അടുത്തത്, ഒരു പ്രവാചകനും തന്റെ പിതൃഭവനത്തിൽ സമ്മതനല്ല എന്ന് പറഞ്ഞിട്ട് താഴേക്ക് പറയുന്നുണ്ട് കർത്താവ്, ഏലിയാവിന്റെ കാലത്ത് ആകാശം 3 ആണ്ടും 6 മാസവും അടഞ്ഞു. കെണി പോലെ ഒരു വിഷയം അവരുടെ മേൽ വന്നു. എന്താ ആ വിഷയം? 3 വർഷവും 6 മാസവും എന്തടഞ്ഞു? ആകാശമടഞ്ഞു. ഇതാരുണ്ടാക്കിയ അടവാ? UK പറ്റുമോ?
ഈ സമയത്ത് എന്നെ പുലർത്താൻ പറ്റുമോ? എന്റെ ശമ്പളത്തിന് ജോലിക്കോ പറ്റുമോ? കാരണം എല്ലാം അടഞ്ഞു. കാരണം എന്നാ, വെള്ളവും തിന്നാനും കിട്ടാണ്ടായി കഴിഞ്ഞാൽ, മഴ പെയ്യാതായി കഴിഞ്ഞാൽ മൊത്തം അടയും. അവിടെ നമ്മൾ വായിക്കുന്നേ, കർത്താവ് അവരോട് സംസാരിക്കുമ്പോൾ പറയാ, 3 ആണ്ടും 6 മാസവും ആകാശം അടഞ്ഞു, പക്ഷേ അവിടെ അനേകം വിധവമാരുണ്ടായിരുന്നു. എന്താ വിധവമാരെ സംബന്ധിച്ചിടത്തോളം ആശ്രയം ആരുമില്ല. അവർക്ക് തിന്നാനും കുടിക്കാനും ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കഥ അറിയണ്ടേ. മറ്റുള്ളവരെന്തെങ്കിലും ആശ്രയത്തിനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മുഖാന്തരമെങ്കിലും അവർക്ക് ജീവിക്കും. എന്നാൽ അതുപോലും ഇല്ലാത്ത അത് അനേകം വിധവമാരവിടെ ഉണ്ടായിരുന്നു. എവിടെ? സ്വജാതിക്കാരായ വിധവമാർ. പക്ഷേ സരപ്തയിലെ വിധവയുടെ അടുക്കലേക്ക് ദൈവം ആരെ അയച്ചേ? ഞാൻ ചോദിക്കട്ടെ, നമുക്ക് പലപ്പോഴും കർത്താവിനെ പ്രസംഗിക്കാൻ അറിയാം. ഈ കർത്താവിനെ കൊണ്ട് നമ്മൾ ജീവിക്കുന്നുണ്ടോ? നമ്മൾ പണം കൊണ്ടാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആസ്തി കൊണ്ടും നമ്മുടെ ബലം കൊണ്ടുമാണ് നമ്മൾ ജീവിക്കുന്നത്. വാസ്തവത്തിൽ കർത്താവിനാൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ജീവിക്കാൻ. അങ്ങനെയുള്ളവർക്ക് എത്ര അടഞ്ഞാലും അവർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. അവരോടുകൂടി ആരുണ്ടെന്ന് അവർക്ക് ഉറപ്പുണ്ട്, ദൈവമുണ്ട്. നോക്കിയേ, സരപ്തയിലെ വിധവ ആ സമയത്ത് വിറക് പെറുക്കുകയല്ലേ അല്ലേ? അവളുടെ ദാരിദ്ര്യം അറിഞ്ഞുകൊണ്ട് ഏലിയാവിനെ എങ്ങോട്ട് അയക്കുക? അവളുടെ അടുക്കലേക്ക് അയക്കുക. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുക, ദരിദ്രരുടെ അടുക്കലേക്ക് അയക്കുക. നോക്കിയേ, അവിടെ ചെന്നതിന് ശേഷം അവളോട് വെള്ളം ചോദിച്ചു. അവൾ വെള്ളം കൊണ്ട് കൊടുക്കാനായിട്ട് പോകുന്ന വഴിക്ക് ഇച്ചിരി എനിക്ക് ഒരടയും കൂടെ തരാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ അവളുടെ ദാരിദ്ര്യം ആരോട് അറിയിക്കുന്നത്? അവൾ പറഞ്ഞൊന്നുമില്ല അവളുടെ ദാരിദ്ര്യം. പക്ഷേ അട ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എനിക്കും എൻ്റെ മോനും കൂടെ ഉള്ളതേ ഉള്ളൂ, എന്നിട്ട് ഞങ്ങൾ എന്തിനിരിക്കുക? മരിക്കാൻ. ദാരിദ്ര്യം ശരിക്കും പിടിച്ചതായിരിക്കുന്ന ആ വിധവ, ഞാൻ ഓർക്കുക, ശരിക്ക് നമ്മളോട് വായിക്കുന്നേ, ഏലിയാവിനെ പുലർത്താൻ ഞാൻ വിധവയോട് കൽപ്പിച്ചിട്ടുണ്ടെന്നാണ് ശരിക്കും ആരും പറയുന്നേ. പക്ഷേ ഈ ഒരു അട കൊടുത്തുകൊണ്ട് വാസ്തവത്തിൽ അവള് മുഴുവൻ അനുഗ്രഹം എന്ത് ചെയ്ത് എവിടെയാ കിട്ടിയത് അവൾക്ക്? ഞാൻ ചോദിക്കട്ടെ, ഈ അട കൊടുക്കണമെങ്കിൽ അവളുടെ ധൈര്യം ആരിലായിരുന്നു? ഞാൻ പറയട്ടെ, നമ്മൾ പാട്ടിൽ ഇങ്ങനെയാണല്ലോ പറയുന്നത്, ചില്ലികൾ 2 നിൻ കൃപ തേടിയ ധന്യയുടെ പൊൻകുടമാണ് ആര്? ദൈവം. അപ്പൊ അവള് കൃപ നേടാൻ ഇച്ഛിച്ചത് ആർക്ക് പൈസ കൊടുത്തിട്ടാണ്? ഉണ്ടായിരുന്ന 2 കാശ് ഞാൻ വിചാരിക്കുക ഒരു സുവിശേഷന് പോലും കൊടുക്കാൻ പറ്റൂല. കാരണം പുള്ളി ചിലപ്പോൾ ഈ 2 കാശ് കൊടുത്താൽ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞേ, അങ്ങനെ പോലും കൊടുക്കാൻ പറ്റാതെ അവൾ എവിടെ കൊണ്ട് നിട്ടു? ഇത് ഭണ്ണാരത്തിലിട്ടു. കാരണം ആ പൈസ ആർക്കും എന്തില്ല. പക്ഷെ അവൾ ആ 2 കാശിനാൽ ആരുടെ കൃപയാ തേടിയത്? ദൈവത്തിന്റെ കൃപ. നമ്മൾ പലപ്പോഴും ആരുടെ കൃപ തേടാനാ ഓടുന്നത് അല്ലേ? നാട് മുഴുവൻ നടക്കുക നമ്മൾ കൃപ തേടാൻ, മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഇടം നേടാൻ. ഞാൻ പറയുന്നേ, ഇവിടെ ആ സരപ്തയിലെ വിധവ അട കൊടുക്കുന്നതിലൂടെ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചയച്ചേക്ക് അവൾക്കുള്ള മുഴുവൻ അനുഗ്രഹവും ഈ ഏലിയാവിന്റെ പക്കൽ കൊടുത്തേൽപ്പിച്ചു. പക്ഷെ മാവ് വർദ്ധിക്കുന്നത് ആരുടെ പാത്രത്തിനകത്താണ്? വിധവയായിരുന്നു അപ്പം ചുട്ട ആർക്ക് കൊടുക്കുന്നത്? നോക്കി, എന്തൊരു മഹത്വമായിട്ടാണ്. ഇനി അടുത്തത് നോക്കിയേ, അവിടെയും ജാതീയൻ. അപ്പൊ കർത്താവ് ഈ ദരിദ്രരോടുള്ള സുവിശേഷം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അവിടെയും ജാതികളുടെ വീണ്ടെടുപ്പിനെ കർത്താവ് ഉയർത്തിക്കാണിക്കുക. ശരിക്ക് ജാതികൾക്ക് വരുവാനുള്ളതായിരിക്കുന്ന വലിയ വീണ്ടെടുപ്പിനെ ശരിക്കും കർത്താവ് അവിടെ കാണിക്കുന്നത്. അടുത്തതാരാ? എലീശയുടെ കാലത്ത് എന്ത് സംഭവിച്ചു? അവിടെ അനേകം കുഷ്ഠരോഗികളുണ്ട്. പക്ഷേ ഇസ്രായേലിലുള്ള ഒരൊറ്റ കുഷ്ഠരോഗിക്ക് ഏലിയാവിനെ കൊണ്ട് എലീശയെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായില്ല. പിന്നെ ആർക്കാ ഉണ്ടായേ? ഞാൻ ചോദിക്കട്ടെ, ഈ വചനം പ്രസംഗിക്കുന്ന എനിക്ക് ഇതുകൊണ്ട് ഉപകാരം ഇല്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് ഉണ്ടാക്കാവുന്ന ഒറ്റ ഉപകാരം ഉണ്ടെന്നറിയോ? കുറച്ച് കാശ് ഉണ്ടാക്കിയെടുക്കാം. വളരെ വിനയത്തോടെ ഞാൻ ഓർപ്പിക്കട്ടെ, കാശ് ഉണ്ടാക്കാനുള്ളൊരു പദ്ധതിയായിട്ട് ഈ പുസ്തകത്തെ നമ്മൾ എന്ത് ചെയ്യരുത്? ഉപയോഗിക്കും. പിന്നെ എന്തിനായിട്ട് ഉപയോഗിക്കണം? ഇതിൻ്റെ ജീവനായിട്ട്. ഈ പറയുന്നതായിരിക്കുന്ന സത്യത്തിൽ ജീവൻ ഉണ്ടെന്നും ഇത് ദൈവശ്വാസീയമായ തിരുവെഴുത്താണെന്നും മനസ്സിലാക്കിയാൽ നമ്മളെ ദൈവം നടത്തുന്ന വഴികൾ നമുക്ക് ജീവനായി മാറും. ഞാൻ പറഞ്ഞ് ക്ലിയറായോ? നമ്മളെ മരുഭൂമിയിലേക്ക് നയിക്കുമ്പോൾ ആ മരുഭൂമിയിൽ ദൈവം തന്നെ ആർക്ക് വെളിപ്പെടുത്തി കാണിച്ചു തരും? നമുക്ക്
വെളിപ്പെടുത്തി കാണിച്ചു. നോക്കിയേ, അവിടെ പ്രൗഢിയൊക്കെ കാണിച്ചു. നോക്കിയേ, അവിടെ പിശാച് എന്താ കാണിക്കുന്നേ? കാണാവുന്ന സ്ഥലം മുഴുവൻ എന്ത് ചെയ്തു? ഒറ്റ നോട്ടത്തിൽ അയർലൻഡ്, UK, എന്തൊക്കെയാ, പിന്നെ ഏതാ, പാരീസ്, പിന്നെതാ എനിക്ക് എല്ലാം എന്ന് പറയുന്നില്ല, സൗദി അറേബ്യ, എല്ലാം കാണിച്ചു കൊടുത്തതാണ്. ഒറ്റ സെക്കൻഡ് കൊണ്ട് കാണിച്ചു. എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇതെല്ലാം എന്ത് ചെയ്യാം. പറയട്ടെ, കോവിഡ് വന്നപ്പം ഞാൻ വിചാരിക്കുന്നത്, കോവിഡ് വാക്സിൻ അടിച്ചിട്ടില്ലെങ്കിൽ എവിടെ പോകാൻ പറ്റത്തില്ല? മൈസൂരിന് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ എന്തോ അടിച്ചവരാ. വാക്സിൻ അടിച്ചവരാ. ഇവിടെ നോക്കിയേ, ഒന്ന് നമസ്കരിച്ച അയർലൻഡ് കാണാം, UK കാണാം, എല്ലാം കാണാം. ഏതെങ്കിലും ഒരു 4 നമസ്കരിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ മുഴുവൻ ടിക്കറ്റും മേടിച്ചെടുക്കും. ഞാൻ പറയുന്നേ, ദരിദ്രരോട് സുവിശേഷം പറയാൻ പണ്ട് ആരാണ് ഞാൻ ഓർക്കുന്നുണ്ട്, വാർത്തയിൽ ഇങ്ങനെ പറഞ്ഞത്, മലപ്പുറം ജില്ലയിൽ 2 എയർപോർട്ടോ, എന്താ എയർപോർട്ട്, വേണമെങ്കിൽ വയനാട്ടിലും ഒരു എയർപോർട്ട്, എല്ലായിടത്തും എയർപോർട്ടാണ്. ദരിദ്രന്മാർ താമസിക്കുന്നിടത്തിന്റെ എയർപോർട്ട്. നമ്മൾ ഇത് തുടങ്ങാനിരിക്കുന്നവരാ. എവിടെ? ദരിദ്രരോട് സുവിശേഷം അറിയിക്കുക, അല്ലെങ്കിൽ ക്രിസ്തുവാണ് എല്ലാമെന്ന് പഠിപ്പിക്കുന്ന, അവനാൽ സകലവും സാധ്യമാകും, ഇല്ലാത്തത് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ളവനാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്ന നമ്മളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ നമ്മുടെ സ്വയത്തിന്റെ ശ്രമം മറ്റുള്ളവരെ എന്ത് ചെയ്യുക? കാണിച്ചു. മറ്റുള്ളവരെക്കാൾ മുമ്പിൽ നമ്മൾ ഓടി എത്തിച്ച് അവരെയും കൂടെ ഏത് ശീലം പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുക. ദ്രവ്യ വ്യവസ്ഥയ്ക്കായിട്ടുള്ള ഓട്ടം കാണിച്ചു കൊടുക്കുക. ശരിക്കും വാസ്തവത്തിൽ നമ്മൾ എന്താ പഠിക്കണ്ടേ? ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ. എന്താ ഇവിടെ ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിനെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാമായി. നമ്മുടെ തൃപ്തിയാണ് വാസ്തവത്തിൽ ക്രിസ്തു എന്ന് പറയുന്നത്. ഏതവസ്ഥയിലും വളരെ സന്തോഷത്തോടെ മുഖം തേജസ് കൊണ്ട് വിളങ്ങുവാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും. അതാണ് പറയുന്നത്, ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം എന്ന് പറഞ്ഞാൽ, ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒത്തിരി ബുദ്ധി ഉദിച്ചു വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പ്രശ്നം വരുമ്പോൾ, എടാ നീ ഇങ്ങനെ പോയാൽ അങ്ങനെ ആവും, നീ ഇങ്ങനെ പോയാൽ അങ്ങനെയാവും. അപ്പൊ ആ ബുദ്ധി വരുമ്പോൾ, ബുദ്ധി കൊണ്ടുവരുന്നതിന് ആ ബുദ്ധിക്കൊക്കെ കവിയുന്ന ബുദ്ധി. അപ്പം ഒരു ദരിദ്രനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുൻപിലേക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അവന് പിടിച്ചു നിൽക്കാൻ എല്ലാ ബുദ്ധിയെക്കാട്ടിലും കവിഞ്ഞ ബുദ്ധിയായ ക്രിസ്തു അവനിൽ വന്നാൽ, ഞാൻ ചോദിക്കട്ടെ, അവൻ ഏത് പ്രശ്നത്തിലും എന്ത് ചെയ്യാൻ പറ്റും? പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും. വാസ്തവത്തിൽ ആ പാറമേലല്ലേ നമ്മൾ നമ്മുടെ വീട് പണിയണ്ടേ? മണലിന് സമാനമായിരിക്കുന്ന അവസ്ഥകളിൽ നാം പണിതാൽ ഒരു ദിവസം വെള്ളം എന്ത് ചെയ്യും? ഇതാ നമ്മൾ വായിച്ചില്ലേ, 3.5 വർഷം എന്ത് ചെയ്തു? ഒറ്റയടിക്ക് എന്തെല്ലാം അടഞ്ഞുപോയി. ഇനി കാട്ടുമൃഗങ്ങളോടുകൂടെ കിടന്നതായിരിക്കുന്ന കർത്താവിന് ഈ പ്രൗഢിയുടെ വല്ല ആവശ്യമുണ്ടോ കിടക്കാൻ? കർത്താവ് പറയുന്നുണ്ട്, മനുഷ്യപുത്രന്റെ തലചായ്ക്കാൻ പോലും എന്തില്ല. ഞാനിത് പറയുമ്പോ ദൈവം നമ്മളെ ഏതിലേക്ക് എത്തിക്കാനാ കൊതിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. UK-യിലേക്കോ അല്ലെങ്കിൽ ഉന്നതിയിലേക്കോ എത്തിക്കാനല്ല, ഏറ്റവും ദരിദ്രമായ അവസ്ഥയിൽ നിനക്ക് എൻ്റെ ശക്തി പ്രകടമാക്കാൻ കഴിയുമോ? അതാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അല്ലാതെ നമ്മളെ പ്രൗഢിയിലേക്ക് നയിക്കുന്നവനല്ല ആര്? പിശാച് പറഞ്ഞു, ഇതെല്ലാം നിനക്ക് ഞാൻ തരാം, അതിലേക്കല്ല എന്നെ നയിക്കുന്നത്. ഏതിലേക്കാണ് നയിക്കുന്നത്? ഒന്നുമില്ലായ്മ നിന്റെ ഫ്രണ്ടിലേക്ക് ഞാൻ വച്ചാൽ, നിന്റെ വീട്ടിൽ മുഴുവൻ പ്രശ്നങ്ങളെ ഞാൻ കൊണ്ടുവന്നാൽ, അതിന്റെ മധ്യേ നിനക്ക് പാട്ടുപാടാനുള്ള സ്ട്രെങ്ത് ഉണ്ടോ? സ്വന്തം മകൻ മരിച്ചു കിടക്കുമ്പോ ഭക്തനായിരിക്കുന്ന പാട്ടുകാരൻ എന്താ പാടിയത്? ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് ഞാൻ വാങ്ങും. ഞാൻ ചോദിക്കട്ടെ, ആ സ്ട്രെങ്ത് അല്ലേ നമുക്ക് വേണ്ടേ? അതല്ലേ ലോകത്തിനില്ലാത്ത? എടാ, പണത്തിന്റെ സ്ട്രെങ്ത് ലോകത്തിൽ എല്ലാവർക്കും ഉണ്ട്. അതുണ്ടാക്കാൻ പ്രത്യേകിച്ച് നമ്മളൊന്നും പഠിപ്പിക്കണ്ട. പക്ഷേ ഇല്ലായ്മയിൽ സന്തോഷിക്കണമെങ്കിൽ ആര് വേണം നമ്മുടെ കൂടെ? ആ ദരിദ്രരോടുള്ള സുവിശേഷം. ബദ്ധത സഹിച്ചിട്ട്, ഇല്ലായ്മ കൊണ്ട് രോഗം വന്ന് ബാധിച്ചിട്ട് ബദ്ധത സഹിച്ച് കിടക്കുന്നവർക്കെല്ലാം ഒരു സ്വാതന്ത്ര്യമായിട്ട് എന്റെ വാക്കുകൾ മാറണ്ടേ? അവരുടെ ഉള്ളിലേക്ക് ക്രിസ്തുവിനെ കൊടുക്കുന്നതിലൂടെ അവർക്ക് സകല ബുദ്ധിയെയും കവിയുന്ന ആശ്വാസവും സമാധാനവും കിട്ടിയിട്ട് അവർ ക്രിസ്തുവിൽ ആനന്ദിക്കുന്നവരായിട്ട് മാറണ്ടേ?
അതല്ലേ കർത്താവ് വാസ്തവത്തിൽ. ഇനി അവിടെ നമ്മൾ അറിയാം, ഒരു ഗോപുരത്തിന്റെ മണ്ടയിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? തള്ളിയിടാനായിട്ട് ശ്രമിച്ചു. ഞാൻ ചോദിക്കട്ടെ, തള്ളിയിടുമ്പം അവിടെ പറയുന്ന തള്ളിയിടുന്നതിന് മുമ്പ് ചാടിക്കോളാണ്. അപ്പൊ പിന്നെ ചാടിയാൽ ആര് കാക്കും? ദൂതന്മാരെന്ത് ചെയ്യും? ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന്റെ കരങ്ങളിൽ ജീവിക്കുന്നവൻ മരിക്കുവാൻ പോലും ഒരുക്കമാണെങ്കിൽ പിന്നെ തള്ളിയിടല് പേടിക്കണം. വാസ്തവത്തിൽ മരിക്കാൻ ഒരുങ്ങി നടക്കാനാണ് നമ്മളെ എന്തിനായിട്ട് വിളിച്ചിരിക്കുന്നത്? നമ്മൾ എന്തിനായിട്ടാണ് നടക്കുന്നത്? മരിക്കാനാണോ ജീവിക്കാനാണോ? അതുകൊണ്ടാണ് ഫിലിപ്പിലേന്തി പറയുന്നത്, ലജ്ജയായതിൽ അവർക്ക് എന്തോ തോന്നി? മാനം തോന്നി. എടാ, എനിക്ക് ജീവിക്കാനാണ് കൊതിയെന്നുണ്ടെങ്കിൽ അത് ലജ്ജയാണെന്നാണ് തിരുവെടുത്തത് പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏതിനോടാ തോന്നേണ്ടത്? എനിക്ക് മരിക്കാനാ തോന്നുന്നത്. മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കുന്ന അളവിലേക്ക് നമ്മൾ ആരാകണം? വാളിൻ്റെ മുൻപിൽ ധൈര്യമുള്ളവരാകാനായിട്ടാണ് ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നത്? ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് ആരെ നമ്മുടെ ഉള്ളിൽ തന്നെ മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ഞാൻ പറയട്ടെ, ഈ ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ബോധ്യമാക്കേണ്ടത്? പ്രശ്നങ്ങളുടെ നടുവിലുള്ള നമ്മുടെ സ്വഭാവത്തിലൂടെയാണ് വെളിപ്പെടുത്തുന്നത്. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ വയലന്റ് ആകുന്നുണ്ടെങ്കിൽ ഓർത്തോളുക, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യുന്നില്ല? ശരിയായ നിലയിൽ പ്രവർത്തിക്കുന്നില്ല. പ്രശ്നങ്ങളുടെ കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ ഇറങ്ങി ഓടുന്നുണ്ടെങ്കിൽ ഓർത്തോളുക, ക്രിസ്തു നമ്മുടെ ഇടയിൽ ശരിയായ നിലയിൽ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നില്ല. രോഗം വരുമ്പോ ഞാൻ ക്ഷീണിച്ചു പോകുന്നുണ്ടെങ്കിൽ അഴിയാ മഹത്വത്തിൽ തേജസ്സിൽ വാഴുമെന്നുള്ള പ്രത്യാശ എന്നെ ഭരിക്കുന്നില്ലെങ്കിൽ ഞാൻ ഓർക്കണം, ക്രിസ്തു എന്നിൽ ശരിയായ നിലയിൽ വാഴുന്നില്ല. ആ വാഴുന്ന മഹത്വമായിട്ട് വേണം ഞാൻ ആരോട് സുവിശേഷം പറയാൻ. ദരിദ്രം ഒരു രോഗിയായി കിടക്കുന്ന ഇന്ന് ഈ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ പ്രശ്നങ്ങളിലൂടെ മുഴുവൻ ഇവരെ വിട്ടതണ്ട. നാളെ അതുപോലെ രോഗിയായി കിടക്കുന്നവന് ക്രിസ്തു ഇവർക്ക് നൽകിയ ബലത്തെ അവർക്ക് പകരാനായിട്ടാണ് ഇവരിൽ ആ സുവിശേഷം പകരപ്പെട്ടത്. വാസ്തവത്തിൽ ദാരിദ്ര്യം നമുക്ക് എത്ര മഹത്വമുള്ളതായിരിക്കുന്ന അവസ്ഥയാണ് വാസ്തവത്തിൽ ദൈവം തരുന്നത്. നോക്കിയേ, അവരെ നിർജ്ജനമായ സ്ഥലത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴല്ലേ അവര് പറഞ്ഞ്, ഞങ്ങളുടെ കാശുണ്ടെങ്കിൽ പോലും ഇക്കാണായ ജനത്തിന് പോയി വാങ്ങാനാണെങ്കിൽ പോലും ഇവിടെ ഒരു അങ്ങാടി പോലും ഇല്ല. അങ്ങനെ വന്നപ്പോഴല്ലേ അവരാരിലേക്ക് തിരിഞ്ഞത്? അവരുടെ ക്വസ്റ്റ്യൻ ആരിലേക്ക് തിരിഞ്ഞു? പറഞ്ഞേ, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. വാസ്തവത്തിൽ നമ്മളെ ഇതുപോലെ പ്രതികൂലങ്ങളിലൂടെയൊക്കെ കർത്താവ് എന്തിനാണ് നടത്തുന്നത്? നമ്മുടെ ക്വസ്റ്റ്യൻ ആരിലേക്ക് തിരിയണം? ദൈവത്തിങ്കിലേക്ക് തിരിയും. അങ്ങനെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ കൈപ്പുള്ള വെള്ളം കുടിച്ചിടലും കൽപ്പന പോലെ നടന്നിരുന്നു. അതുപോലെ നമ്മൾ മറ്റൊരു പാട്ടിൽ പാടുന്നത് എന്താ? കൃപയുടെ എന്താണ്? വേറൊരു പാട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ കൃപയുടെ അവൻ കൃപ നമുക്ക് പകരാനായിട്ട് കൈപ്പുള്ള അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അങ്ങനെ തന്നെ നിന്നാൽ അവൻ്റെ കൃപ എന്ത് ചെയ്യും? നമുക്ക് ധാരാളമായിട്ട് പകരപ്പെടുവാനായിട്ടിടയാവും. അപ്പം നമ്മുടെ അവസ്ഥകളിൽ നാം അങ്ങനെ തന്നെ കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ, ഇതോടെ നമ്മൾ വായിച്ചതുപോലെ 3 വർഷം എന്ത് ചെയ്തു? ആകാശം അടഞ്ഞു. അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളിൽ ആ ദേശം വിട്ടു പോകുകയല്ല ചെയ്യേണ്ടത്. നവോമി എന്താ ചെയ്തത്? അടഞ്ഞപ്പോ എന്താ ചെയ്തേ? നവോമി ആ ദേശം വിട്ട് പോകുക ചെയ്തു. അതുകൊണ്ട് എന്താ സംഭവിച്ചേ? അപ്പത്തിന്റെ ഭവനം വീണ്ടും അപ്പത്തിലേക്ക് എന്ത് ചെയ്തു? മടങ്ങി വന്നു. അവൾക്ക് പോകാനുള്ളത് മുഴുവൻ ആ പോക്കിലൂടെ നഷ്ടമായി. വാസ്തവത്തിൽ നമ്മൾ ലോകം മുഴുവൻ ഓടുമ്പോഴും നമ്മൾ എവിടെ നിന്ന് കാണിക്കണം? നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് ദൈവിക വീര്യം കാണിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അതല്ലേ ക്രിസ്തു, അതല്ലേ ശക്തി, അതല്ലേ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവശക്തി എന്ന് പറയുന്നത്. ലോകത്തിന് കാണാൻ കഴിയാത്ത ആ ശക്തി നമ്മളിലൂടെ ഒന്ന് വെളിപ്പെടുത്തി കാണിക്കാനായിട്ടിടയായ അവർ നമ്മളോട് വന്ന് ചോദിക്കും, എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ കഷ്ടത്തിൽ ഇങ്ങനെ ജീവിക്കാനായിട്ട് കഴിയുന്നത്? എങ്ങനെയാണ് നിനക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്? ആരാ നിന്നെ പുലർത്തുന്നതെന്ന് അവർ ചോദിക്കണ്ടേ നമ്മളോട്? വാസ്തവത്തിൽ ചോദിക്കണം. അങ്ങനെ വരുമ്പോഴല്ലേ നമ്മുടെ പ്രത്യാശ നമ്മൾ അവരോട് പറയും, എന്താ? എന്നെ ക്രിസ്തുവാണ് പുലർത്തുന്നത്. അവർക്കത് മനസ്സിലാവും. കാരണം എന്താ? ഞാൻ ആയിരിക്കുന്ന സ്ഥിതിയിൽ ഞാൻ പൂർണ്ണ സമാധാനമുള്ളവനായിട്ട് ഇരിക്കുക. സ്തോത്രം. ആ നിലയിൽ ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യട്ടെ? ഒഴുകട്ടെ.
പ്രശ്നങ്ങളുടെ മധ്യേ സമാധാനമുള്ളവരായിട്ട് നമുക്ക് ഇരുന്ന് മറ്റുള്ളവർക്കും ആ സമാധാനം ഒഴുകത്തക്ക നിലയിൽ അവർ നമ്മളോട് വന്ന് ചോദിക്കും, എന്തോ ഇത്ര പ്രശ്നത്തിന്റെ നടുവിലും നിങ്ങൾ ഇങ്ങനെ സമാധാനമായിട്ടിരിക്കുന്നത്, ആ സമാധാനം ഞങ്ങൾക്കും കൂടെ ഒന്ന് തരാമോ? ഓ സ്തോത്രം. നമ്മളോട് ഇങ്ങനെ ചോദിക്കാൻ പറ്റാത്ത നിലയിലേക്ക് ഇന്ന് ബ്രദറുകാര് ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് ഒരെണ്ണത്തെ സത്യമായിട്ട് ഞാൻ പറയുക, നമുക്ക് കൂട്ടത്തിൽ കൂട്ടാനായിട്ട് കഴിയുന്നേയില്ല. നമ്മൾ ചെല്ലുന്ന ഉടനെ അവര് സുവിശേഷം പറയുമ്പോൾ എന്താ ചോദിക്കുന്നത് അറിയോ? നിങ്ങൾ ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് വേറെ തന്നെ പണിക്കുമ്പോ. ഓ അത്രമാത്രം സുവിശേഷം എന്തായിപ്പോയി എന്നുള്ളതാണ്. തരംതാന്ന് പോയി. ആരാണ് ആ തരംതാത്തി കളഞ്ഞത്? നമ്മളാണ്. സുവിശേഷത്തിന്റെ ശക്തി ഹൃദയത്തിൽ ലഭിച്ച നാം അതിന്റെ ശക്തിയെ വെളിപ്പെടുത്തിയായിരുന്നെങ്കിൽ നമ്മളോട് ചോദിച്ചു വന്നേനെ, ഈ ശക്തി ഞങ്ങൾക്കും താങ്ങും. വാസ്തവത്തിൽ മക്കദോന്യ സഭയും അക്കായി സഭയിലും തെസ്സലോനിക്ക സഭയിൽ നിന്നുമൊക്കെ മുഴങ്ങിച്ചെന്നത് വാസ്തവത്തിൽ എന്തായിരുന്നു? പീഡയുടെ നടുവിൽ ഒഴുകുന്നതായിരിക്കുന്ന ദൈവകൃപയുടെ മഹത്വമായിരുന്നു. ആ ദൈവകൃപയുടെ മഹത്വം എവിടേക്ക് ഒഴുകി എന്നാണ് നമ്മൾ വായിക്കുന്നത്? മക്കദോന്യയിലേക്ക് ഒഴുകി, പിന്നീട് അത് അക്കായിലേക്ക് ഒഴുകി. മക്കദോന്യ സഭയൊക്കെ കഷ്ടത എന്ന കഠിന ദാരിദ്ര്യത്തിലും അവർ ധാരാളം ഔദാര്യം കാണിക്കുവാനുള്ള ബലം ആരുടെ പക്കൽ നിന്ന് പ്രാപിച്ചതാണ്? ദൈവത്തിന്റെ പക്കൽ നിന്ന് പ്രാപിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് ഏത് മേടിക്കാം? ഏത് മേടിക്കാൻ? നമുക്ക് ദരിദ്രരോട് സുവിശേഷം പറയാനുള്ള ആത്മശക്തി പ്രാപിച്ച്, അല്ലെ, 40 നാളും ദൈവത്തോട് കൂടെ ഇരുന്ന് ദൈവത്താൽ ജീവിക്കുന്ന അവസ്ഥ പങ്കുവെക്കുന്നവരായിട്ട് തീരാൻ സ്വർഗത്തിലെ ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുന്നു.